അല്ല, ബജ്രംഗ് ദളിനെ സംബന്ധിച്ച് വേണുവിന് നല്ല ബോധ്യമുള്ളതല്ലേ? അവരുടെ നിലപാടുകൾ, അവർ രാജ്യത്ത് സ്വീകരിക്കുന്ന തീവ്രമായിട്ടുള്ള നിലപാടുകളൊക്കെ എത്ര ഭീകരമായിട്ടുള്ള, അവർക്ക് എന്ത് ഭരണഘടന, എന്ത് നിയമസംഹിത. അവരെ സംബന്ധിച്ചിടത്തോളം തീവ്രമായ വർഗീയ വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ ആ സ്ത്രീ അവിടെ നടത്തിയ പരാമർശങ്ങൾ എന്താണ്? കോടതിക്ക് പുറത്ത് ബജ്രംഗ് ദൾ ബഹളം ഉണ്ടാക്കുമ്പോൾ കോടതി ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു എന്ന് ഒരു കേന്ദ്രത്തിന്റെ ആഭ്യന്തരമന്ത്രി പറഞ്ഞാൽ പിന്നെ അയാളുടെ ജോലി എന്താ? ഈ രാജ്യത്തെ ഓരോ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ചും അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ സവിശേഷമായി ഇരട്ട എഞ്ചിനുള്ള സർക്കാരിൽ ഒരു എഞ്ചിൻ ബജ്രംഗ് ദളിന് കൊടുത്തിരിക്കുകയാണോ? അല്ല, കോടതിക്ക് പോലും പ്രവർത്തിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു എഞ്ചിനാണോ ബജ്രംഗ് ദൾ? കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് തന്നെ ഇവരെയൊന്നും തടയിടാൻ കഴിയില്ല. ഒരു സെക്കൻഡ് സാർ, റെഡ് കോറിഡോർ ഇല്ലാതാക്കും, അതിന് ഡെഡ് ലൈൻ വെച്ചിരിക്കുകയാണ്. ഇത്രാമത്തെ വർഷം ഇത്രാമത്തെ ദിവസം ഈ പറയുന്ന മാവോയിസ്റ്റുകളെ ഇല്ലാതാക്കിയിരിക്കും എന്ന് വീരസ്യം പറയുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് ബജ്രംഗ് ദൾ ബഹളം ഉണ്ടാക്കിയപ്പോൾ കോടതി ഉടനെ തന്നെ അവരുടെ അധികാരം വിട്ടിട്ട് മറ്റൊരു തീരുമാനത്തിലേക്ക് പോയി എന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുന്നത്? പറയാൻ കഴിയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ബജ്രംഗ് ദൾ ഉന്നയിക്കുന്ന രാഷ്ട്രീയ താല്പര്യം തന്നെയാണ് BJPക്കും അമിത്ഷായ്ക്കും ഉള്ളതെന്ന് തന്നെയാണ് അതിന്റെ വ്യക്തമായിട്ടുള്ള മറുപടി. അതിനെന്താ സംശയം? അല്ലെങ്കിൽ ഈ സംഭവങ്ങൾ എങ്ങനെ ഉണ്ടായി? ജൂലൈ മാസം 25 ഉണ്ടായ സംഭവമാണല്ലോ. ദേശീയ തലത്തിൽ ഇത്രയേറെ ചർച്ചകൾ ഉണ്ടായി, ഇത്രയേറെ പ്രതിഷേധവും പ്രശ്നവും ഉണ്ടായതിനു ശേഷമാണല്ലോ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ പ്രശ്നത്തിൽ ഇടപെടാൻ പോലും കേന്ദ്ര അവിടെയും ഒരു കാര്യമുണ്ടല്ലോ. കോടതിക്ക് പുറത്ത് ബജ്രംഗ് ദൾ ബഹളം ഉണ്ടാക്കി കോടതിയെ സ്വാധീനിച്ചു. ഒരു സെക്കൻഡ് സാർ, കോടതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നതിന് മുൻപ് റെയിൽവേ സ്റ്റേഷനിലും ബജ്രംഗ് ദൾ എത്തിയല്ലോ. ഈ ജ്യോതി ശർമ്മ ഉൾപ്പെടെയുള്ളവർ അടിച്ച് മുഖം പൊട്ടിക്കുമെന്ന് പറയുകയുണ്ടായല്ലോ. അതിന്റെ ഭാഗമായിട്ടാണല്ലോ ഈ FIR വരുന്നത്. അതൊരു പോലീസാണല്ലോ എടുക്കുന്നത്. ആ പോലീസിനൊരു സംസ്ഥാന ആഭ്യന്തരമന്ത്രി ഉണ്ടാകുമല്ലോ, അവിടെ ഒരു സർക്കാർ ഉണ്ടാകുമല്ലോ. അപ്പൊ അവരെയും സ്വാധീനിച്ചില്ലേ ബജ്രംഗ് ദൾ? ഈ രണ്ടു കൂട്ടരെയും, അതായത് അവിടെ ബജ്രംഗ് ദൾ ഛത്തീസ്ഗഡ് സർക്കാരിനെ സ്വാധീനിക്കുന്നു, അവിടെ ബജ്രംഗ് ദൾ അവിടുത്തെ കോടതിയെ സ്വാധീനിക്കുന്നു. ഈ സ്വാധീനത്തിലൊന്നും പെടാത്ത കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറയുന്നു നാളെ ജാമ്യം കിട്ടുമെന്ന്. അങ്ങനെയാണോ കരുതേണ്ടത്? അത് വിശ്വസിച്ചാണോ അങ്ങിറങ്ങി വന്നിരിക്കുന്നത്? വേണു, വസ്തുതകൾ ബോധ്യപ്പെടാതെ ദയവേത് ഇത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നടത്തരുത്. ഞാൻ എന്താ പറഞ്ഞത്? ഞങ്ങളുടെ ബേസിക് കേസ് എന്താണ്? ഞങ്ങളുടെ ബേസിക് കേസ് ബജ്രംഗ് ദളിന്റെ സമ്മർദ്ദത്തിനും ഭീഷണിക്കും വഴങ്ങിയിട്ടാണ് പോലീസ് കേസെടുത്തത്. അതല്ലേ ഞങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള കേസ്. ഞാൻ അങ്ങനെ സംശയിച്ചല്ല ചോദിച്ചത്. ഞാൻ പറഞ്ഞ നിങ്ങൾ ഇന്ന് പോയി കണ്ട വിദ്വാന്റെ മറുപടികൾ ഈ രൂപത്തിലായിരിക്കുന്നത് ഈ യാഥാർത്ഥ്യങ്ങളെയൊക്കെ മറച്ചു പിടിച്ചുകൊണ്ടല്ലേ എന്നതാണ്. സ്വാഭാവികമായിട്ടും BJP ബജ്രംഗ് ദൾ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് എന്നുള്ളത് കൊണ്ട് ബജ്രംഗ് ദളിന്റെ നടപടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ലതുപോലെ അറിയാം. അവർ നിഷേധിച്ചില്ലല്ലോ. ഞങ്ങൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ പ്രയാസമുണ്ടാക്കിയത്, കേരള സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുണ്ടാക്കിയത്, ജാമ്യാപേക്ഷ കോടതി നിരാകരിച്ചപ്പോൾ അതിന് പുറത്ത് ബഹളം നടത്തി, അതിന് ആഹ്ലാദ പ്രകടനം നടത്തി. കേട്ടുകേൾവി പോലും ഇല്ലാത്ത സംഭവമാണ് സത്യത്തിൽ ഛത്തീസ്ഗഡിൽ ഉണ്ടായത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒന്നും പ്രതികരിക്കാനുണ്ടായില്ല. വളരെ വ്യക്തമല്ലേ ഈ കാര്യത്തിൽ ബജ്രംഗ് ദൾ മുന്നോട്ട് വെക്കുന്നതായാലും സംഘ് പരിവാർ സംഘടനകൾ മുന്നോട്ട് വെക്കുന്നതും BJPയുടെ രാഷ്ട്രീയം തന്നെയാണ്. പിന്നെ എന്തുകൊണ്ട് അവർ നിങ്ങളുടെ അടച്ചിട്ട മുറിയിൽ, നിങ്ങളെ അല്ല കേട്ടോ പഴിക്കുന്നത്, നിങ്ങളുടെ അടച്ചിട്ട മുറിയിൽ ഇതെല്ലാം ഒരു ഏറ്റുപറയൽ സ്വഭാവത്തോടെയാണല്ലോ ഈ മാന്യദേഹം പറയുന്നത്. അങ്ങനെയെങ്കിൽ 4 ദിവസമായി നിങ്ങൾ 2 സഭകളിലും തുടർച്ചയായിട്ട് പറയുകയല്ലേ ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന്? ആ ഘട്ടത്തിൽ രാജ്യത്തിന് മുഴുവൻ കേൾക്കാവുന്ന രൂപത്തിൽ ഈ ആഭ്യന്തരമന്ത്രിക്ക് സംസാരിച്ചുകൂടെ? ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൂടെ? അങ്ങനെ പറയാതെ അടച്ചിട്ട മുറിയുടെ ഈ പറയുന്ന രഹസ്യ സ്വഭാവത്തിൽ ഇതെല്ലാം പറയുമ്പോൾ അദ്ദേഹത്തിനുമുണ്ടോ ബജ്രംഗ് ദളിനെ ഭയം? എന്നിട്ട് നാളെ ഇവർക്ക് മഹത്തായ ഒരു ജാമ്യം കിട്ടുമെന്നാണോ അദ്ദേഹം പറയുന്നത്? അതെങ്ങനെ വിശ്വസിക്കാൻ കഴിയും? ഒറ്റ സെക്കൻഡ് സാർ, ഒറ്റ സെക്കൻഡ്. ഒരു കാര്യം കൂടി, ഈ പറയുന്ന ആഭ്യന്തരമന്ത്രി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മാറുമോ? കാരണം ഇന്നും അവിടുത്തെ BJPയുടെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്, സർക്കാർ പറഞ്ഞിരിക്കുന്നത് പോലീസ് അവരുടെ ജോലി ചെയ്യുമെന്നാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ പൊരുത്തക്കേടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ നേരത്തെയും സൂചിപ്പിച്ചു. കഴിഞ്ഞ ദിവസം ഞങ്ങളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് 99% കഴിഞ്ഞ ദിവസം ജാമ്യം കിട്ടും എന്നാണ്. ജാമ്യം കിട്ടിയില്ലല്ലോ. അതുകൊണ്ട് 100% മുഖവിലേക്ക് എടുക്കാൻ വിശ്വസിക്കാൻ കഴിയില്ല. ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. 2 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഈ കാര്യത്തിൽ അവർ പ്രതിരോധത്തിലാണ്. ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് വലിയ തോതിൽ BJPയും ഗവൺമെന്റും പ്രതിരോധത്തിലായി. ആ പ്രതിരോധത്തിലാകാൻ ഇടയായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം പാർലമെന്റിനകത്തും പുറത്തും
വലിയ തോതിലുള്ള ജനകീയ പ്രതിഷേധം വളർന്നു വന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇടപെടുകയാണ്, ആ അങ്ങേക്ക് കാര്യത്തിൽ ദേവസ്വം നിന്നൊരു തോന്നരുത്. കാരണം നിലപാട് മാറ്റത്തിന്റെ അല്ലല്ല, ഭാഗമായി അവിടെ ഈ കാര്യത്തിൽ ഡോക്ടർ ചാക്കോ കാളംപറമ്പിൽ പറഞ്ഞത് അങ്ങ് കേട്ടല്ലോ. അവിടെ അദ്ദേഹം പാർലമെന്റിനകത്തെ കാര്യം പറഞ്ഞില്ല, പക്ഷെ മാധ്യമങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. പാർലമെന്റിനകത്ത് നിങ്ങൾ ഈ വിഷയം ഉന്നയിക്കുമ്പോൾ ഛത്തീസ്ഗഡിൽ നിന്നുള്ള കോൺഗ്രസ് എംപിമാർക്ക് മൗനം എന്തുകൊണ്ടാണ് സാർ? അങ്ങേക്ക് അത് പറയാൻ ബാധ്യതപ്പെട്ടിരിക്കുന്നു എന്നതുകൊണ്ടാണ് കേട്ടോ ആ ചോദ്യം വരുന്നത്. അങ്ങ് നേരിട്ട് മറുപടി പറയേണ്ടതല്ല എന്ന് എനിക്കറിയാം. കൂടാതെ ഒറ്റ സെക്കൻഡ് സാർ, കൂടാതെ ഡോക്ടർ ചാക്കോ പറയുകയായിരുന്നു, ഛത്തീസ്ഗഡിലും ഇതുപോലെ തന്നെ ഭൂപേഷ് ബാഗേൽ അടക്കം ഒരു അക്ഷരവും പറയുന്നില്ല, അവിടുത്തെ MLA-മാരെയും പറയുന്നില്ല. അതിന്റെ തലയെണ്ണി ശ്രീ അനിൽകുമാറും ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷെ അങ്ങ് മനസ്സിലാക്കിക്കോ, ഒരു കാര്യം കൂടി മുള്ളു വെച്ചുകൊണ്ട് ഡോക്ടർ ചാക്കോ പറഞ്ഞു, ഇത് തീരണമെന്ന് രാജീവ് ചന്ദ്രശേഖർ സാറിന് ആഗ്രഹം, നിങ്ങളെപ്പോലുള്ള സാറന്മാർക്ക് ഇത് തീരരുതേ എന്ന ആഗ്രഹം. അങ്ങനെ ഒരു മുനവെച്ചാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല, ആ നാവിൽ നിന്ന് ബജ്രംഗ് ദളിനെ പറ്റിയുള്ള ഒരു എതിർ ശബ്ദം പോലും വരാതിരിക്കുകയും ചെയ്യുന്നത് കേട്ടു. അങ്ങും കേട്ട് കാണുമല്ലോ അതിനുള്ള മറുപടി. എന്നിട്ട് എനിക്ക് ഇടവേളയിലേക്ക് പോകണം. അല്ലല്ല, വളരെ ഞാനതിന് മറുപടി പറയാൻ നേരത്താണ് വേണു തുടർച്ചയായിട്ടുള്ള ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചത്. അത് രണ്ടിനും ഞാൻ മറുപടി പറയാം. ഞങ്ങൾ മെനങ്ങാന്നാണ് ഇവിടെ ചെന്നത്. സത്യത്തിൽ അവിടെ മുഴുവൻ ഞങ്ങളോടൊപ്പം ജയിലിൽ വന്നത് അവിടുത്തെ മുൻ മുഖ്യമന്ത്രി, കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിയാണ്. അവിടുത്തെ MLA-മാരടക്കം മുൻ MLA-മാരടക്കമുള്ള നിരവധി പേർ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അവിടുത്തെ PCC പ്രസിഡന്റ് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അവിടെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല പിന്തുണയാണ് ഞങ്ങൾക്ക് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന്, അവിടുത്തെ മുൻ മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ ഭാഗത്തു നിന്ന് ലഭിച്ചത്. അവരുടെ പ്രതികരണം ഉണ്ടായില്ല എന്ന് പറഞ്ഞു. ഇന്ന് മുൻ മുഖ്യമന്ത്രിയുടെ ശക്തമായിട്ടുള്ള പ്രതികരണം ആ കാര്യത്തിൽ വന്നു. ഛത്തീസ്ഗഡിൽ കോൺഗ്രസിന് എത്ര MP-മാരുണ്ട് എന്നതിനെ സംബന്ധിച്ച് എനിക്ക് വ്യക്തമായിട്ടുള്ള ധാരണയില്ല. ഏതായാലും കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഈ വിഷയം ഉന്നയിച്ചതിന് ശേഷം ഛത്തീസ്ഗഡിൽ നിന്നുള്ള BJP MP-മാർ ഉന്നയിച്ചപ്പോഴൊക്കെ ഞങ്ങൾ ശക്തമായിട്ട് ആ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധിച്ചു. പിന്നെ ഒരു കാര്യം ഞാൻ ഈ കാര്യത്തിൽ പറയാം, ഇത് തീരണമെന്ന് ഞങ്ങൾക്കാർക്കും ആഗ്രഹമില്ല, രാജീവ് ചന്ദ്രശേഖറിന് മാത്രമേ ആഗ്രഹമുള്ളൂ എന്നൊക്കെ വിലയിരുത്തിയാൽ, വ്യാഖ്യാനിച്ചാൽ സത്യത്തിൽ നിർഭാഗ്യകരമെന്ന് മാത്രമേ ഈ കാര്യത്തെ പറയാൻ കഴിയൂ. ഞങ്ങൾക്ക് വേണമെങ്കിൽ, ഇന്ന് വേണമെങ്കിൽ അമിത്ഷായുമായിട്ട് സംസാരിക്കുമ്പോൾ ഈ പറഞ്ഞതിലെ പൊരുത്തക്കേടുകളുണ്ട്. ആ പൊരുത്തക്കേടുകളുടെ പേരിൽ ഭിന്നാഭിപ്രായം പറഞ്ഞ് വിയോജിച്ച് ഞങ്ങൾക്ക് വേണമെങ്കിൽ പിണങ്ങി പുറത്തിറങ്ങാമായിരുന്നു. കേന്ദ്ര ഗവൺമെന്റ് ഈ കാര്യത്തിൽ പ്രതിരോധത്തിലായ ഘട്ടത്തിൽ പ്രത്യക്ഷമായി സഹായിക്കുമെന്ന ഒരു നിലപാട് പറയുമ്പോൾ ആ സഹായം ലഭ്യമാക്കി എത്രയും പെട്ടെന്ന് ഇവരെ മോചിതമാക്കി ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായ പരിശ്രമം നടത്തുന്ന ഞങ്ങളെ മെനങ്ങാന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറയും, വളരെ രാത്രിയിലാണ് ഞങ്ങൾ തീരുമാനിക്കുന്നത് ഒരു ഡെലിഗേഷൻ പോകാൻ. AICCയുടെ നേതൃത്വത്തിലുള്ള ഒരു ഡെലിഗേഷൻ പോകാൻ തീരുമാനിക്കുന്നു. വെളുപ്പാങ്കാലത്ത് 5 മണിക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് പോയി അവിടെ ചെന്നു. അവിടുത്തെ ബിഷപ്പിനെ കണ്ടു, അവിടുത്തെ മുഖ്യമന്ത്രിയെ കണ്ടു. 20 മിനിറ്റ് മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ചു. ജയിലിൽ പോയി അവരുമായി സന്ദർശനം നടത്തി. പലരുമായി ഞങ്ങൾ സംസാരിച്ചു. LDFന്റെ പ്രതിനിധികൾ വന്നു. ഈ ഞങ്ങളെല്ലാം പോയി ഈ പ്രശ്നം ഒരു കാരണവശാലും തീരരുത്, രാഷ്ട്രീയമായ ലാഭം ഞങ്ങൾക്ക് ഉണ്ടാകണമെന്ന ദുരുദ്ദേശത്തോടു കൂടിയാണ് എന്നൊക്കെ പറയുന്നതാണ് ഇന്ന് ഈ സമുദായം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം.